വെള്ളാപ്പള്ളി നടേശൻ പറയുന്നുണ്ട്, അതായത് വരാൻ പോകുന്ന ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി നടേശനും SNDP യോഗവും LDFന് പിന്തുണ കൊടുക്കുമെന്ന്. മകൻ തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത് NDAക്ക് പിന്തുണ കൊടുക്കുമെന്ന്. അപ്പം തുഷാർ വെള്ളാപ്പള്ളി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, വെള്ളാപ്പള്ളി പറയുന്നത് വെള്ളാപ്പള്ളിയുടെ നിലപാടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന SNDP യോഗം എന്ന് പറയുന്നൊരു വലിയ പ്രശ്നം അവിടെ കിടപ്പുണ്ടല്ലോ. യോഗത്തിന് പ്രത്യേകിച്ച് നിലപാടുകളൊന്നും ഇല്ലേ? യോഗത്തിന്റെ നിലപാട് എന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇനി കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാലേ പറ്റും. എന്തിനാണ് വെള്ളാപ്പള്ളി LDFനെ തൽക്കാലം പിന്തുണയ്ക്കുന്നത്? വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരാള് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു തീരുമാനങ്ങളുണ്ടായിരുന്നു, പലതരത്തിലുള്ള വിവരക്കേടുകൾ ഉണ്ടായിരുന്നു. മലപ്പുറംകാരെ, മുസ്ലിംസിനെ, അങ്ങനെ പറയുന്ന ഒരുപാട് വിവരക്കേടുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. എന്തിനാണ് വെള്ളാപ്പള്ളി LDFനെ പിന്തുണയ്ക്കുന്നത്? ഇപ്പം പല കാര്യങ്ങളും ഇപ്പം നമുക്കറിയാം. വെള്ളാപ്പള്ളി ഇപ്പോൾ പോയി സ്റ്റേ ഒക്കെ മേടിച്ചിട്ട് നിൽക്കുകയാണ് മറ്റേ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്. വെള്ളാപ്പള്ളി ഇപ്പോൾ സർക്കാരിനെ ചൂണ്ടി നിന്നാൽ അല്ലെങ്കിൽ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരുമെന്ന് വെള്ളാപ്പള്ളിക്ക് ഒരു ചെറിയ ഊഹമുണ്ട് സത്യം പറഞ്ഞാൽ. ഇപ്പം വെള്ളാപ്പള്ളി അതുകൊണ്ട് തന്നെ ഇങ്ങനെ CPMനെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ചാരി നിന്ന് കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഇതിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിനെ സ്വാധീനിക്കുകയും സർക്കാരിനെ സ്വാധീനിച്ചുകൊണ്ട് പ്രാതിനിധ്യ വോട്ടവകാശം എന്ന് പറയുന്ന ഒരു സംവിധാനം നിലനിർത്തിക്കൊണ്ട് പോകാനും വേണ്ട ബ്ലാക്ക് മാജിക് ആണ് ശരിക്കും പറഞ്ഞത്. എന്ന് വെച്ചാൽ കള്ളക്കളികളാണ്, അല്ലെങ്കിൽ കൂടോത്ര പരിപാടിയാണ് ശരിക്കും വെള്ളാപ്പള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ വരുന്നത്. അക്ഷരത്തിൽ അതൊരു ബൂമറാണ്. അപ്പൊ ഈ വെള്ളാപ്പള്ളി അങ്ങനെ നിൽക്കുന്ന സാഹചര്യം. അപ്പം വെള്ളാപ്പള്ളി പറഞ്ഞ് SNDP യോഗം അതിനെ പിന്തുണയ്ക്കുന്നു, LDFനെ പിന്തുണയ്ക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ SNDP യോഗത്തിന്റെ തീരുമാനം അതാണോ? ഇപ്പൊ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ശിവഗിരി മഠാധിപതിയായിരിക്കുന്ന സച്ചിദാനന്ദ സ്വാമികൾ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വലിയ വിവാദം ഉണ്ടാക്കി. അതായത് 18 സ്ഥാനാർത്ഥികളുടെ പേരെന്ത് എഴുതി കൊടുക്കാൻ UDF നേതൃത്വം പറഞ്ഞിരുന്നു എന്നാണ് അന്ന് സ്വാമികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. എന്നാൽ അതിനെ നിശിതമായി വിമർശിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടുമാണ് അത് പിന്നെ ഇതിനകത്ത് അവരെ ആരാണ് ഏൽപ്പിച്ചത് ഇതൊക്കെ എഴുതി കൊടുക്കാൻ എന്നുള്ള നിലയിലേക്ക് പറഞ്ഞു. അപ്പം യോഗം എന്ന് പറയുന്ന SNDP യോഗം എന്ന് പറയുന്ന ഒന്നിനെ കൊണ്ടുവന്നിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള അലയൻസിലേക്ക് കൊണ്ടുവന്ന് ജോയിൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇപ്പം നമ്മൾ നോക്കി SNDP യോഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നേതാക്കന്മാരോ അല്ലെങ്കിൽ അവിടുത്തെ SNDPയിൽ ബന്ധപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ ഈ ശ്രീനാരായണീയർ എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരോ ഭൂരിപക്ഷമാണ്, ഏകദേശം 1 കോടിയിലധികം വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരുടെ എല്ലാം ഒരു പിന്നെ ഇവരുടെ ഒരു തീരുമാനം എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കും. ഇവരെല്ലാവരും ഇടതുപക്ഷത്തിനെ പിന്തുണയ്ക്കുന്നവരായി മാറുമോ? എനിക്ക് തോന്നുന്നില്ല അവരെല്ലാവരും മാറുമെന്ന്. അതിൻ്റെ ഒരു 50% അല്ലെങ്കിൽ 75% ഒക്കെ ഒരു പക്ഷേ ഇതിനകത്തേക്ക് വരുമായിരിക്കാം. അല്ലാത്തവരെല്ലാം ഒരു സ്വതന്ത്ര രാഷ്ട്രീയ ചിന്താഗതി ഉള്ളവരുണ്ട്. അപ്പൊ അവരെയൊക്കെ എങ്ങനെയാണ് കൊണ്ട് നീ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നത്? ഇനിയിപ്പോ പോയിക്കോട്ടെ. അപ്പൊ ഇവിടെ വെള്ളാപ്പള്ളി പറഞ്ഞത് വെള്ളാപ്പള്ളിയുടെ നിലപാടാണെന്നാ തുഷാർ പറയുന്നത്. തുഷാർ SNDPയുടെ ഭാരവാഹി കൂടിയാണ്. അപ്പൊ തുഷാർ പറയുന്നത് എന്താണ്? വെള്ളാപ്പള്ളിയുടെ നിലപാടാണ് പറഞ്ഞത്. SNDP യോഗത്തിന്റെ പൊതു നിലപാടായി അതിനെ കാണാൻ കഴിയില്ല എന്ന് തുഷാർ പറയുന്നു. അപ്പൊ എങ്ങനെ ശരിയാവുക? ഈ പറയുന്ന അപ്പനാണോ ജനറൽ സെക്രട്ടറി, മോനാണോ ജനറൽ സെക്രട്ടറി? അപ്പൊ എന്തുകൊണ്ടാണ് തുഷാർ അങ്ങനെ പറഞ്ഞത്? തുഷാറിന്റെ രാഷ്ട്രീയം വേറൊന്നാണ്. തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഒരാൾ ഓപ്പറേഷൻ ലോട്ടസ് എന്ന് പറയുന്ന ഒരു പരിപാടിയെ ഉപയോഗിച്ചുകൊണ്ട് ആന്ധ്രാപ്രദേശിലടക്കം ഈ പറയുന്ന നേതാക്കന്മാരെ BJPയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് വലിയ പരിപാടികൾ പ്ലാൻ ചെയ്തവരാണ് തുഷാർ വെള്ളാപ്പള്ളി. അപ്പൊ അതിന്റെ അർത്ഥം തുഷാർ വെള്ളാപ്പള്ളി BDJSന്റെ ചെയർമാനാണ്. അപ്പം BDJS എന്ന് പറയുന്ന ഒരു പാർട്ടി NDAയുടെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ സാഹചര്യത്തിൽ അതിന്റെ ചെയർമാനായി നിൽക്കുന്ന ഒരാൾ സ്വാഭാവികമായും ഏത് മുന്നണിയിൽ വരുന്ന ഒരാളാണ്? NDA എന്ന് പറയുന്ന മുന്നണിയിലേക്ക് വരുന്നത്. അപ്പൊ LDFുമായി ഒരിക്കലും പൊരുത്തപ്പെടാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് തുഷാർ വെള്ളാപ്പള്ളി. അപ്പൊ തുഷാർ വെള്ളാപ്പള്ളി പറയാണ്, വെള്ളാപ്പള്ളി പറയുന്നത് വെള്ളാപ്പള്ളിയുടെ നിലപാടും ഞാൻ പറയുന്ന SNDP യോഗത്തിന്റെ നിലപാടാണെന്ന് തുഷാർ പറയുന്നു. ഇത് അപ്പനും മോനും തമ്മിൽ കളിച്ച് ഓരോ തോന്നിയാസം വിളിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ തുഷാർ വെള്ളാപ്പള്ളി അടക്കം തുഷാർ വെള്ളാപ്പള്ളിയും പ്രീതി നടേശനും അടക്കം ഇവരെല്ലാവരും ചെന്നിട്ട് പിന്നെ സകലമാന ഈ NDAയുടെ പരിപാടികളിലും പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന സമയത്ത് തുഷാർ വെള്ളാപ്പള്ളിയുടെ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ പ്രീതി നടേശൻ അവിടെ പോയി വിളക്കൊളുത്തി. എന്തിനായിരുന്നു? അപ്പൊ എന്തായിരുന്നു അവരുടെ രാഷ്ട്രീയം? എന്താ അവരുടെ പൊതുരാഷ്ട്രീയം? എന്താ അവരുടെ പൊതുരാഷ്ട്രീയം? അപ്പോൾ നമുക്ക് വ്യക്തമാവുന്നു NDAയുടെ രാഷ്ട്രീയമാണ്, ഒരു BDJSന്റെ രാഷ്ട്രീയമാണ്, ഒരു വർഗീയ രാഷ്ട്രീയമാണ്. ഈ വർഗീയ രാഷ്ട്രീയം എങ്ങനെയാണ് SNDPയിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക? വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് അന്ന് വാതോരാതെ പ്രസംഗിച്ച ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. വെള്ളാപ്പള്ളി നടേശൻ ദൈവമാണെന്നും ദൈവതുല്യനാണെന്നും മാത്രമേ ഉള്ളൂ പറയാതിരുന്നത്. ബാക്കിയെല്ലാം പറഞ്ഞു.
വെള്ളാപ്പള്ളി നടേശൻ ഇല്ലായിരുന്നെങ്കിൽ പിന്നെ ഈഴവ സമുദായം ഇവിടെ ഉണ്ടാവത്തില്ലായിരുന്നു വരെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. അത്രയ്ക്ക് മേളിൽ കയറ്റി വെച്ച് അടിച്ചു. അതാണ് ശോഭാ സുരേന്ദ്രൻ നടത്തിയൊരു പരിപാടി. എന്നിട്ട് അപ്പൊ ഇവിടെ എന്താ നമ്മൾ കാണേണ്ടത്? വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരാൾ SNDP യോഗത്തെ അല്ലെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളിയിലൂടെ ഇന്ന നാളെ പിന്നെ വെള്ളാപ്പള്ളി നടേശന്റെ കാലം കഴിയും. ഉള്ള കാര്യം. 90 വയസ്സായി നിൽക്കുകയല്ലേ. ഇപ്പൊ എല്ലാ കാലവും വെള്ളാപ്പള്ളി നടേശന് SNDP യോഗത്തെ തലയിൽ ചുമന്ന് നടക്കാൻ പറ്റും? ഇല്ല. തുഷാർ വെള്ളാപ്പള്ളിയുടെ കയ്യിലേക്ക് ഇനിയിപ്പം കോടതിയിലെ വ്യവഹാരങ്ങളെയൊക്കെ ഇനി പറ്റിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ തുഷാറിന്റെ കയ്യിലേക്ക് അധികാരം എത്തും. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ തുഷാർ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും SNDPയെ പതുക്കെ ഒരു വർഗീയ ഫാസിസ്റ്റ് കക്ഷിയാക്കി അങ്ങ് മാറ്റും. സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യം ഇതാണ്. അന്നേരം ഈ പറയുന്ന ശ്രീനാരായണീയരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലപാടില്ലാത്തവരായി അവരെ മാറും. അപ്പൊ SNDP യോഗം എന്ന് പറഞ്ഞാൽ ഒരു വർഗീയ പാർട്ടിയുടെ സംഘടന എന്നുള്ള നിലയിലേക്ക് വിലയിരുത്തപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇത് SNDP യോഗം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ ആരംഭിച്ച ഒന്നാണ്. അതിനെ ഈ തലത്തിലേക്ക് ഈ പറയുന്ന കാലങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോൾ ഏകദേശം 10-25-30 വർഷത്തോളമായി ഇരിക്കുന്ന ഒരാൾക്കാർ അതിനെ കുടുംബ സ്വത്താക്കി മാറ്റിയെടുത്തു. പിന്നീട് അതിനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് കൂട്ടിയോജിപ്പിക്കാൻ നടക്കുന്നു. ആ കൂട്ടിയോജിപ്പിക്കാൻ നടക്കുന്ന പാർട്ടി വർഗീയ ഫാസിസ്റ്റ് പാർട്ടിയാണ്. അതായത് ശ്രീനാരായണ ഗുരുദേവൻ എന്തിനെയാണോ എതിർത്തത് ആ എതിർത്തതിനെ നടപ്പിലാക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ഇവർ സന്ധി ചെയ്യാൻ പോകുന്നു. അപ്പം നിലവിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, SNDP യോഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ശ്രീനാരായണീയർ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുടെ ഒരു എന്താ പറയുക, അവരുടെ ഒരു അസ്തിത്വം എന്തായിരിക്കും എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഇത് ചെറുക്കപ്പെടേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഇതൊക്കെ ചെറുക്കപ്പെടേണ്ടതാണ്. ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അടിച്ച് പുറത്താക്കണമെന്നേ ഈ പറയുന്ന SNDP യോഗത്തിനകത്തുള്ള എല്ലാ ജനങ്ങളും ശ്രീനാരായണീയർ എന്ന് പറയുന്ന ഒരു സംഘം ഇവിടെ എന്താ പറയുക, രാഷ്ട്രീയത്തിനപ്പുറം നിന്നുകൊണ്ട് ഒരു SNDP യോഗം എന്ന് പറയുന്ന ഒന്നിനെ രക്ഷിച്ചെടുക്കണം ഈ കരാള ഹസ്തങ്ങളിൽ നിന്ന് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കിക്കൊണ്ട് ഇവരെല്ലാവരും പരിശ്രമിച്ചാൽ മതി. വെള്ളാപ്പള്ളി നടേശനെയും ഈ പറയുന്ന തുഷാർ വെള്ളാപ്പള്ളിയെയും ഒരു വിളിപ്പാടകളെയല്ല ഇവിടുന്ന് പുറത്തേക്ക് ഇറക്കി നിർത്താൻ പറ്റും. നിങ്ങൾ പൊളിറ്റിക്സുമായിട്ട് വെക്കോളൂ. വെള്ളാപ്പള്ളിയുടെ ഈ പറയുന്ന ഇടതുപക്ഷ രാഷ്ട്രീയം വിശ്വസിക്കാൻ പറ്റില്ല. സമുദായത്തെ എങ്ങും കൊണ്ട് കെട്ടേണ്ട ആവശ്യമില്ല. സമുദായത്തെ എന്തിനാണ് LDF-ലും NDA-ലും കൊണ്ട് കെട്ടുന്നത്? SNDP യോഗത്തിന് എന്തിനാണ് LDF-ലും NDA-ലും കൊണ്ട് കെട്ടുന്നത്? അതിനെ സ്വതന്ത്രമായി വിഹരിക്കാൻ വിടൂ. അവിടെയുള്ള SNDP യോഗത്തിനകത്തുള്ള ശ്രീനാരായണീയർ എന്ന് പറയുന്ന ഒരു സമൂഹത്തിന് സ്വന്തമായി ചിന്തിക്കാനും അവർക്ക് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുമുണ്ട്. ആ രാഷ്ട്രീയ നിലപാടുകളിൽ നിന്നുകൊണ്ട് അവർ പ്രവർത്തിക്കാൻ അവരെ അനുവദിക്കൂ. അതല്ലേ വേണ്ടത്. അവർക്കില്ല ഒരു മനസാക്ഷി വോട്ട് എന്ന് പറഞ്ഞൊരു കാര്യം. അവർക്ക് ഓരോ വ്യക്തികൾക്ക് വോട്ട് ചെയ്യാൻ അധികാരമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 കോടി ഉണ്ടെങ്കിൽ അവരിൽ ഏകദേശം 75% ആൾക്കാർ ചിലപ്പോൾ ഇടതുപക്ഷക്കാരായിരിക്കും. പോട്ടെ, 50% ആൾക്കാർ ഒരുപക്ഷെ NDA-ക്കാരായിരിക്കും. അതൊക്കെ കണക്കിലാക്കിക്കൊണ്ടല്ലേ അവരുടെ വോട്ടിന്റെ കാര്യം തീരുമാനിക്കാൻ പറ്റൂ. അത് ഏകപക്ഷീയമായി തീരുമാനം എടുക്കാൻ വെള്ളാപ്പള്ളി അവരെയൊക്കെ ദൈവമാണോ? അല്ലല്ലോ. അപ്പൊ അങ്ങനെ പറയുന്ന പോലെ ഈ സംഘടന നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ, ഈ സംഘടന ശ്രീനാരായണ ഗുരുദേവൻ ചിന്തിച്ച പോലെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വിഷങ്ങളെ ഒഴിവാക്കിയേ പറ്റൂ. വെള്ളാപ്പള്ളി നടേശനെ അടിച്ചിറക്കി കളയണം. അതിന് തൻ്റെ ഇടമുള്ള ഒരു ആർജവമുള്ള ഒന്നുകിൽ നേതൃത്വം വരണം, അല്ലെങ്കിൽ ഗ്രൂപ്പായി നിന്നുകൊണ്ട് SNDP യോഗത്തിനകത്തുള്ള ശ്രീനാരായണീയർ എന്ന് പറയുന്ന ഒരു വിഭാഗം ഒരുമിച്ച് നിന്നുകൊണ്ട് ഇവരെ പിടിച്ച് പടിക്ക് പുറത്താക്കുക. അതാണ് ഇതിനകത്തിലെ ഏറ്റവും വലിയ ശ്രമം. അല്ലെ ഏറ്റവും വലിയൊരു കാര്യം അത് തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്.